ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോൾ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ബോൺലെസ് ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. 1 കപ്പ് മൈദ, 2 മുട്ട, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറണം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ റോളിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്, കട്ടിയാവാൻ പാടില്ല. ഇത് മൈദയും മുട്ടയും കൂടി മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് ഇതൊന്ന് പരത്താം. കട്ടിയില്ലാതെ തിന്നായിട്ട് വേണം മാവ് ഒഴിക്കാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം ചിക്കൻ്റെ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്യാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് ഫുള്ള് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്യാം. എല്ലാ റോളും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ റോളും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കാം. ബ്രെഡ് വെച്ച് ഫുള്ള് കവർ ചെയ്യാം. എല്ലാ റോളും എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്യാം. ഇതൊന്ന് തിരിച്ചിടാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്യാം. ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.